ഒരാൾക്ക് നിസ്കാരം ഖളാ ആയി കഴിഞ്ഞാൽ ആദ്യമായി നിസ്കരിക്കേണ്ടത് ഖളാ ആയ നിസ്കാരത്തെയാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. പിന്നീട് ആണ് ഇപ്പോൾ അദാ ആയ നിസ്കാരത്തെ അവൻ നിസ്കരിക്കേണ്ടത്. അതിൽ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത്, കാരണം കൊണ്ട് നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ ആ സമയത്ത് സുന്നത്തിനെക്കാട്ടിലും മുന്തിക്കൽ, സുന്നത്തിനെക്കാട്ടിലും ആ സമയത്തുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തെക്കാട്ടിലും ഫർദ് നിസ്കാരത്തെ മുന്തിക്കൽ സുന്നത്താണ്. ഇനി കാരണം കൂടാതെയാണ് അവന്റെ നിസ്കാരം ഖളാ ആയിട്ടുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കാരത്തെക്കാട്ടിലും അഥവാ റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തെക്കാട്ടിലും ഖളാ ആയ നിസ്കാരത്തെ മുന്തിക്കൽ നിർബന്ധമാണ്. ഇനി ഒരാൾക്ക് കാരണം കൂടാതെ ധാരാളം നിസ്കാരം ഖളാ ആയിട്ടുണ്ടെങ്കിൽ അവന്റെ നിർബന്ധിത സമയം ഒഴികെയുള്ള മുഴുവൻ സമയവും നിസ്കാരം ഖളാ വീട്ടുന്നതിൽ ചെലവാക്കേണ്ടതുണ്ട്. ഇനി ഒരാൾക്ക് നിസ്കാരം കാരണം കൊണ്ടും കുറെ നഷ്ടപ്പെട്ടിട്ടും കാരണം കൂടാതെ നഷ്ടപ്പെട്ടിട്ടുമുണ്ടെങ്കിൽ അവിടെ കാരണം കൂടാതെ നഷ്ടപ്പെട്ട നിസ്കാരത്തെ ആദ്യം നിസ്കരിക്കുകയും പിന്നീട് കാരണം കൊണ്ട് നഷ്ടപ്പെട്ട നിസ്കാരത്തെ പിന്നീട് നിസ്കരിക്കുകയും ചെയ്യൽ, അതാണ് അതിന്റെ രീതി. ഇനി എല്ലാം കാരണം കൊണ്ടാണ് നഷ്ടപ്പെട്ടെങ്കിൽ നിസ്കാരത്തിന്റെ തർത്തീബ് അനുസരിച്ച് അതിന്റെ വഴിക്ക്